Good morning. Today we are going to see the topic data rate limits. So first we can see what is data rate. Data rate is nothing but how fast we can transmit or send data is known as data rate. എത്ര സ്പീഡിൽ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒരു ഡാറ്റ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് വഴിയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? ത്രൂ എ ചാനൽ. ഒരു ചാനൽ വഴി അല്ലെങ്കിൽ ഒരു മീഡിയം വഴിയായിരിക്കും നമ്മൾ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഡാറ്റ റേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്, അതായത് BPS. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഡാറ്റ റേറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം ഹൗ ഫാസ്റ്റ് വി ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്, ഓക്കെ, ഓവർ എ ചാനൽ. ഓക്കെ, ഇപ്പോൾ 3 കാര്യങ്ങളാണ്. എത്ര സ്പീഡിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും? ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്, ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഓവർ എ ചാനൽ. ഓക്കെ, ഡാറ്റ റേറ്റ് ഡിപ്പെൻഡ്സ് ഓൺ 3 factors. First one is bandwidth available. Okay, bandwidth. What do you mean by bandwidth? Bandwidth is the difference between the highest and the lowest frequency in a channel. That is known as bandwidth. Okay, the level of the signal we used. Okay, level എന്താണ്? നമുക്ക് ഫസ്റ്റ് ലെവൽ ഇപ്പം 0, 1 മാത്രമാണെങ്കിൽ നമുക്ക് ഒരു ലെവൽ മതി അല്ലേ? 0 റെപ്രസെൻറ്റ് ചെയ്യാൻ ഒരു ലെവൽ, അടുത്ത റെപ്രസെൻറ്റ് ചെയ്യാൻ വേറൊരു ലെവൽ. ഇപ്പോൾ 2 ബിറ്റ്സ് ഉണ്ടെങ്കിൽ 0, 0, 0, 1, 1, 0, 1, 1 നമുക്ക് 4 ലെവലുണ്ടാവും അല്ലേ? അപ്പോൾ 4 ലെവൽ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അതാണ് ലെവൽ ഓഫ് ദ സിഗ്നൽ എന്ന് പറയുന്നത്. ക്ലിയർ? ദ ക്വാളിറ്റി ഓഫ് ദ ചാനൽ. തേർഡ് വൺ ഈസ് ദ ക്വാളിറ്റി ഓഫ് ദ ചാനൽ. Quality means whether any noise or any other disturbance is there in the signal. That is known as a quality. Clear? അപ്പോൾ 3 factors ആണ്: bandwidth, the level of the signal and the quality of the channel. അപ്പോൾ നമുക്കിവിടെ ഈ സിലബസിൽ നമുക്ക് പഠിക്കേണ്ടത്, അതായത് ഡാറ്റ റേറ്റ് കണ്ടുപിടിക്കാനുള്ള 2 മെത്തേഡ്സ് ആണ്. ഓക്കെ, ഒരു നോയ്സ് ഉള്ള ചാനലിലും നോയ്സ് ഇല്ലാത്ത ചാനലിലും ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദ ഡാറ്റ റേറ്റ്, അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാൻ 2 മെത്തേഡുണ്ട്. നമുക്ക് ഷാനോൺ കപ്പാസിറ്റി എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്, നൈക്വിസ്റ്റ് ബിറ്റ് റേറ്റ് എന്നും പറഞ്ഞ ഒരെണ്ണമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഈ 2 മെത്തേഡ്സാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത്. സോ ഫസ്റ്റ് വൺ ഈസ് Nyquist bit rate. Nyquist bit rate is actually used to find the bit rate in a noiseless channel. What do you mean by noiseless channel? നോയ്സ്, അതായത് എറേഴ്സ്, അൺവാണ്ടഡ് സിഗ്നൽസ് അല്ലെങ്കിൽ അൺവാണ്ടഡ് ഡാറ്റ ഇല്ലാത്ത ഒരു ചാനലാണ് നോയ്സ്ലെസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഒരു ചാനൽ ഉണ്ടാവാൻ സാധ്യതയില്ല. ഓക്കെ, നമുക്ക് തിയററ്റിക്കൽ ആസ്പെക്റ്റിൽ മാത്രമേ നമുക്കിത് പഠിക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? അപ്പോൾ Nyquist bit rate is actually used to compute the bit rate in a channel which does not have any noise. ഓക്കെ, അപ്പോൾ അതിനൊരു ഫോർമുലയുണ്ട്. വാട്ട് ഇസ് ദ ഫോർമുല? ഫോർ എ നോയ്സ്ലെസ് ചാനൽ the Nyquist bit rate is calculated using this formula: 2 into bandwidth of the channel multiplied by log L to the base 2. What do you mean by L? L is the number of level used in the data. ഓക്കെ, എത്ര ലെവൽ ആണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ക്ലിയർ? L stands for level. So bandwidth is the bandwidth of the channel. L is the number of signal level used to represent data. Bit rate നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ബിറ്റ്സ് പെർ സെക്കൻഡ് ആണ്, BPS. ഓക്കെ, ഇനി നമുക്ക് ഈ Nyquist ബിറ്റ് റേറ്റ് വഴി, അപ്പം ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ Nyquist ബിറ്റ് റേറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ മെത്തേഡ് യൂസ് ടു ഫൈൻഡ് ദ ബിറ്റ് റേറ്റ് ഓഫ് എ ചാനൽ ദാറ്റ് ഡസ് നോട്ട് ഹാവ് എനി നോയ്സ്. ഓക്കെ, ഇപ്പം നോയ്സ്ലെസ് ചാനലിൽ ഉപയോഗിക്കുന്ന ബിറ്റ് റേറ്റ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ 2 ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ വി ഇൻക്രീസ് ദ നമ്പർ ഓഫ് സിഗ്നൽ ലെവൽ വി ഇമ്പോസ് ബേർഡൻ ഓൺ ദ റിസീവർ. അപ്പോൾ നമ്മൾ സിഗ്നലിൻ്റെ ലെവൽ കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റിസീവർ സൈഡിൽ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അത് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് റിസീവറിൻ്റെ. ഓക്കെ, ഇപ്പോൾ നോയ്സും കൂടെ ക്രീപ്പപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. ഇവിടെ നോയ്സ് ഇല്ല, എന്നാൽ കൂടി റിസീവർ ഹാസ് എ എക്സ്ട്രാ ബേർഡൻ ഓവർ ദിസ് ചാനൽ. ഓക്കെ, ഇഫ് വി ഇൻക്രീസ് ദ ലെവൽ. ക്ലിയർ? അപ്പം നമുക്ക് ലെവൽ ഇൻക്രീസ് കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട് ഫോർ ദ റിസീവർ ടു കാറ്റഗറൈസ് ദ ചാനൽ, കാറ്റഗറൈസ് ദ സിഗ്നൽസ്. ഓക്കെ, അതാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ ബർഡൻ ഫോർ ദ റിസീവർ. ഇൻക്രീസിങ് ദ ലെവൽ ഓഫ് ദ സിഗ്നൽ റെഡ്യൂസ് ദ റിലയബിലിറ്റി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ലെവൽ നമ്മൾ കൂടുതൽ കൂട്ടാതെ നമ്മൾ പല സിഗ്നലായിട്ട് സെൻഡ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു സിഗ്നൽ തന്നെ മൾട്ടിപ്പിൾ ലെവൽസ് കൊടുക്കാതെ പല സിഗ്നലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ബെനിഫിഷ്യൽ. അതാണ് പറയുന്നത്. അപ്പോൾ ഇൻക്രീസിങ് ദ ലെവൽ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സിസ്റ്റത്തിൻ്റെ റിലയബിലിറ്റിയെ ബാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ,
ഇതാണ് Nyquist ബിറ്റ് റേറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് തിയറി ചോദിക്കും, ദ സെയിം ടൈം പ്രോബ്ലവും ഉണ്ടാവും. ഓക്കെ, നൗ ലെറ്റ് us see a problem. Consider a noiseless channel. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പോൾ അവരിതുപോലെ ഏത് മെത്തേഡാണ്, Nyquist ആണോ ഷാനോൺ ആണോ എന്ന് പറയത്തില്ല. ദേ വിൽ ഓൺലി ഗീവ് ദ channel configuration, whether it's a noiseless or noise. ഓക്കെ, നോയ്സ് ഉള്ളതാണോ നോയ്സ് അല്ലാത്തതാണോ എന്നുള്ളത് കൊടുക്കും. അപ്പോൾ ഇവിടെ നോയ്സ്ലെസ് ആണ്. അപ്പോൾ നോയ്സ്ലെസ് എന്ന് പറയുമ്പോഴേ you must understand that we are going to apply Nyquist. Okay, noiseless channel with a bandwidth of 3000 Hertz transmitting the signal with 2 signal levels. The maximum bitrate can be calculated. How can we calculate the maximum bitrate? അപ്പോൾ ഇവിടെ എല്ലാം തന്നിട്ടുണ്ട്. ബിട്രേറ്റ് കാൽക്കുലേറ്റ് ഉള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ 2 into bandwidth multiplied by log L to the base 2. Okay, bandwidth is given, L is also given. What is the L? L is the level. And it is 2 signal levels എന്ന് പറഞ്ഞിട്ടുണ്ട്. So it is level is 2. Okay, so L will be 2. Now one more thing is there. Bandwidth must be always represented in hertz. ഇപ്പോൾ കിലോ ഹെർട്സ് വല്ല ആണെങ്കിൽ you have to convert it to hertz. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അത് ഓർത്ത് വെച്ചേക്കേണ്ട കാര്യമാണ്. Bandwidth must always be represented in hertz. Okay, if the question whether if it is given in kilohertz or megahertz, you have to convert it to hertz and do the calculation. Okay, so bitrate can be calculated using this formula: 2 into 3000, bandwidth is 3000 hertz, into log 2 to the base 2. Okay, but log 2 to the base 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 1 ആണ്. Okay, അപ്പോൾ 1 into 3000 into 2 is 6000 bps or 6 kbps. Okay, 6000 bps ആണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബിറ്റ് റേറ്റ് മേ ബി റെപ്രസെൻറ്റഡ് ഇൻ ബിറ്റ്സ് പെർ സെക്കൻഡ്, BPS. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. we need to send 256 kbps over a noiseless channel with a bandwidth of 20 kilohertz. How many signals do we need in the noiseless channel എന്നുള്ളതാണ് പറയുന്നത്. എത്ര സിഗ്നൽ വേണമെന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട്? we need to send 256 kbps, that is നമുക്ക് ബിറ്റ് റേറ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, നോയ്സ്ലെസ് ചാനൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ we are going to apply Nyquist bit rate. Bandwidth is also given 20 kilohertz. Okay, we have to convert it to hertz. How many signal level, നമ്മൾ ആ L എന്ന് പറയുന്ന വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. How many signals level do we need in a noiseless channel? You write the formula. Okay, bit rate equal to 256 kbps. അതിനെ നമ്മൾ BPS ആകും. എപ്പോഴും നമ്മൾ ബിറ്റ് റേറ്റ് എന്ന് പറയുന്നത് BPSലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെ നമ്മൾ BPS ആക്കി. ബാൻഡ് വിഡ്ത്ത് 20 കിലോ ഹെർട്സിനെ നമ്മൾ എത്ര ഹെർട്സിലാക്കി? 20,000 ഹെർട്സ് ആക്കി. ഓക്കെ, now we are applying the formula. ഇപ്പോൾ 256,000 അതായത് 2,56,000 equal to 2 into 20,000. Okay, into log L to the base 2. Okay, log L to the base 2 equal to ഇത് ഇവിടെ വരും 2,56,000 divided by 40,000, that is 6.625. ഓക്കെ, now L കണ്ടുപിടിക്കാനായിട്ട് 2 power 6.625 എടുക്കുമ്പോഴത്തേക്കും we can compute the level. So the answer is 98.7 levels. ഓക്കെ, ഇത് നമ്പറിലാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് നമുക്ക് യൂണിറ്റ് ഒന്നുമല്ല, ഇത് നമ്പറാണ്. സോ 98.7 ലെവൽസ് മാത്രം കൊടുത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് നമ്മൾ Nyquist we have been using to find the bit rate in a noiseless channel. In what is the case of noisy channel? Noisy channel നമുക്ക് ബിറ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് ഷാനോൺ കപ്പാസിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ കാൽക്കുലേറ്റിംഗ് ദ മാക്സിമം കപ്പാസിറ്റി ഓഫ് എ പർട്ടിക്കുലർ ചാനൽ. റാദർ ദാൻ കമ്പ്യൂട്ടിംഗ് ദ ബിറ്റ് റേറ്റ്, വി ആർ കമ്പ്യൂട്ടിംഗ് ദ മാക്സിമം കപ്പാസിറ്റി വിത്ത് വിച്ച് ദ ചാനൽ ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ എന്നുള്ളതാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഷാനോൺ കപ്പാസിറ്റി ഈസ് ടു ഡിറ്റർമൈൻ ദ തിയററ്റിക്കലി ഹയസ്റ്റ് ഡാറ്റ റേറ്റ് എ നോയ്സി ചാനൽ ക്യാൻ ട്രാൻസ്മിറ്റ്. നോയ്സി ചാനലിൽ ഡാറ്റ റേറ്റ് എത്രയാണെന്നുള്ളതാണ്. വി ആർ ഹാവിംഗ് ദ ഫോർമുല ഹിയർ. കപ്പാസിറ്റി ഈക്വൽ ടു ചാനൽ കപ്പാസിറ്റി. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരിക്കലും ബിറ്റ് റേറ്റ് എന്ന് കൊടുക്കണ്ട, ചാനൽ കപ്പാസിറ്റി എന്ന് കൊടുത്താൽ മതി. ഓക്കെ, ഒരു ചാനലിൻ്റെ കപ്പാസിറ്റി 156 kbps അല്ലെങ്കിൽ 156,000 bps എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് മാത്രമേ നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഓക്കെ, അപ്പോൾ ആ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ബാൻഡ്വിഡ്ത്ത് മൾട്ടിപ്ലൈഡ് ബൈ ലോഗ് 1 plus SNR. What is this SNR? We have already studied in the last session. SNR is signal to noise ratio. Okay, signal to noise ratio to the base 2. Log 1 plus SNR to the base 2 is the formula. Okay, ഇതാണ് capacity of a channel in a noisy environment. Okay, ഇതാണ് അതിൻ്റെ formula. So bandwidth is the bandwidth of the channel. SNR is signal to noise ratio. Capacity is the capacity of the channel in bits per second. Okay, maximum ഇതിലും ഈ കപ്പാസിറ്റിയിലാണ് നമുക്ക് സിഗ്നലിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, SNR എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ഓക്കെ, SNR ഈക്വൽ ടു എന്താണ്? നമ്മളെ ആക്ച്വൽ സിഗ്നൽ ഡിവൈഡഡ് ബൈ നോയ്സ്. ഓക്കെ, സിഗ്നലിൻ്റെ പവർ ഡിവൈഡഡ് ബൈ നോയ്സിൻ്റെ പവർ. ഓക്കെ, അതാണ് SNR എന്ന് പറയുന്നത്. ഇതിലൊരു പോയിന്റും കൂടെ പറയാനുണ്ട്. ദർ ഈസ് നോ ഇൻഡിക്കേഷൻ ഓഫ് ദ സിഗ്നൽ ലെവൽ. ഇവിടെ സിഗ്നൽ ലെവൽ ഇല്ല. ഉണ്ടോ? L എന്ന് പറയുന്ന ഫാക്ടർ ഇല്ല. ഓക്കെ, വിച്ച് മീൻസ് ദാറ്റ് നോ മാറ്റർ ഹൗ മെനി ലെവൽസ് വി ഹാവ് വി കനോട്ട് അച്ചീവ് എ ഡാറ്റ റേറ്റ് ഹയർ ദാൻ ദ കപ്പാസിറ്റി ഓഫ് ദ ചാനൽ. ഓക്കെ, അപ്പോൾ എത്ര ലെവൽ കൂട്ടിയാലും നമ്മൾ L എന്ന് പറയുന്ന ഫാക്ടർ ഇവിടെ ഇല്ല. അപ്പോൾ സിഗ്നൽ എത്ര ലെവൽ ഉണ്ടായാലും ആ ചാനലിൻ്റെ കപ്പാസിറ്റി എത്രയാണോ അതിൽ കൂടുതൽ ആ സിഗ്നൽസിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ബിറ്റ് റേറ്റ് ഇവിടെ ചാനൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു. ഇവിടെ ചാനൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ചാനലിൽ മാക്സിമം ഈ റേറ്റിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതുണ്ട്. അതിൽ കൂടുതൽ പറ്റില്ല. ഓക്കെ, അപ്പോൾ അത് കണക്കിലെടുത്താണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സിഗ്നൽ ലെവൽ എത്ര കൂടിയാലും ചാനൽ കപ്പാസിറ്റിയിൽ എത്ര പറയുന്നോ അത്രയും മാത്രമേ സിഗ്നൽസിന് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. Okay, so there is no indication of the signal level, which means that no matter how many levels we have, we cannot achieve a data rate higher than the capacity of the channel. Capacity, channel capacity ഉപരി നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. We cannot achieve. Now we can go into the problem. Consider an extremely noisy channel. Okay, noisy channel എന്ന് കേൾക്കുമ്പോഴേ ഓർക്കുക, it is Shanon capacity in which the value of the signal to noise ratio is almost 0. SNR എന്ന് പറയുന്നത് 0 ആണ്. In other words, the noise is strong that the signal is faint. For this channel capacity, C can be calculated, or the channel capacity C എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോയ്സി ചാനലാണ്. ദ SNR is almost 0. ഓക്കെ, SNR റേഷ്യോ 0 ആയിട്ടിരിക്കുകയാണ്. എപ്പോഴാണ് SNR റേഷ്യോ 0 വരുന്നത്? SNR എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സിഗ്നൽ ഡിവൈഡഡ് ബൈ നോയ്സ് ആണ് അല്ലേ? സിഗ്നലിൻ്റെ പവർ SNR എന്ന് പറയുന്നത് നമുക്കറിയാം. SNR ഈക്വൽസ് നമ്മളെ സിഗ്നൽ ഡിവൈഡഡ് ബൈ നോയ്സ് അല്ലേ? സിഗ്നലിൻ്റെ പവർ ഡിവൈഡഡ് ബൈ നോയ്സ് ആണ് SNR എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സിഗ്നൽ ഈ ഒരു ഫാക്ടർ എപ്പോഴാണ് 0 ആവുന്നത്? ഇത് 0 ആകുമ്പോഴാണ്, സിഗ്നൽ 0 ആകുമ്പോഴാണ് ഇത് 0 ആവുന്നത്. അതായത് നോയ്സ് കൂടുതലും സിഗ്നൽ അവിടെ ഇല്ലാത്ത അവസ്ഥ വരുമ്പോഴാണ് SNR വാല്യൂ ബിക്കമിങ് 0. ഓക്കെ, അപ്പോൾ സിഗ്നൽ ഇല്ല, അവിടെ നോയ്സ് ആണ് കൂടുതൽ. അപ്പോൾ SNR റേഷ്യോ 0. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സിഗ്നൽ ഇല്ല, അവിടെ കംപ്ലീറ്റ് നോയ്സ് മാത്രമേ ഉള്ളൂ. ക്ലിയർ? അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതിൻ്റെ കപ്പാസിറ്റി എന്താണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫോർമുല എടുക്കുന്നു. ഫോർമുലയിൽ പറയുന്നു C ഈക്വൽ ടു B log 1 plus SNR to the base 2. ഓക്കെ, അപ്പോൾ B log 1 plus SNR is 0. ഓക്കെ, SNR is 0 to the base 2. അപ്പോൾ B log 1 to the base 2. ഓക്കെ, B log 1 to the base 2. അപ്പോൾ B log 1 to the base 2 എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ഓക്കെ, ഇപ്പോൾ ഇങ്ങനൊരു സിഗ്നലിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 0 ആണ്. ദിസ് മീൻസ് ദാറ്റ് ദ കപ്പാസിറ്റി ഓഫ് ദിസ് ചാനൽ ഈസ് 0 റിഗാർഡ്ലെസ് ഓഫ് ദ ബാൻഡ് വിഡ്ത്ത്. ഇൻ അതർ വേർഡ്സ് വി കനോട്ട് റിസീവ് എനി ഡാറ്റ ത്രൂ ദിസ് ചാനൽ. അപ്പോൾ ഈ ചാനൽ വഴി നമുക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ. അതായത് നോയ്സ് ലെവൽ ഹൈ ആയിട്ടുള്ളത്, സിഗ്നൽ 0 ആയിട്ടുള്ള സിഗ്നലിൽ നമുക്ക് ചാനലിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഈസ് എ ഫാക്ടർ. ഓക്കെ, ദാറ്റ് ഈസ് എ ഫാക്ട്. സോ ദിസ് ഈസ് ദ മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്?
the capacity of this channel is 0 regardless of the bandwidth. Bandwidth എത്ര കൂടിയാലും കുറഞ്ഞാലും അതിലൊരു ഫാക്ടറില്ല, ഇതിൻ്റെ കപ്പാസിറ്റി 0 ആയിരിക്കും. കാരണം എന്താണ്, അവിടെ നോയ്സ് കൂടുതലും സിഗ്നൽ എന്ന് പറയുന്ന സംഭവം ഇല്ല, അങ്ങനെ ഒരു അവസ്ഥയാണത്. Second question, a telephone line normally has a bandwidth of 3000 Hz. Frequency തന്നിട്ടുണ്ട്. Assigned for a data communication, the signal to noise ratio is 3.62 SNR തന്നിട്ടുണ്ട്. For this channel capacity is calculated. എങ്ങനെയാണ് ചാനൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? C equal to B log 1 plus SNR to the base 2. ഓക്കെ, 3000 അത് ഹേർട്സ് തന്നെയാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് കൊടുക്കാം. കിലോ ഹേർട്സ് ആണെങ്കിൽ ഹേർട്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. 3000 log 1 plus 3162 is the SNR value, അത് ആഡ് ചെയ്യുക. So 3000 log 3163 to the base 2. Okay, so the answer is 34860 BPS. 34,860 BPS ആണ് നമ്മൾ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ മാക്സിമം ഇത്രയും കപ്പാസിറ്റിയിൽ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ദിസ് മീൻസ് ദാറ്റ് ദ ഹയസ്റ്റ് ബിറ്റ് റേറ്റ് ഓഫ് ദ ടെലിഫോൺ ലൈൻ ഈസ് 34,860 kbps. സോറി, 34.860 kbps. ഓക്കെ, BPSനെ kbps ആക്കി. If we want to send faster than this, we can either increase the bandwidth or the line to improve the signal to noise. അപ്പോൾ ഇതിൽ കൂടുതൽ, അപ്പോൾ ഇതാണ് ആ ചാനലിൻ്റെ മാക്സിമം ഡാറ്റ റേറ്റ് എന്ന്, കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് ഈ ടെലിഫോൺ ലൈനിൽ മാക്സിമം 34.8 kbps ഇതിനകത്ത് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ ചാനൽ, ഈ ടെലിഫോൺ ലൈനിന്. ഓക്കെ, അപ്പോൾ ഇവർ പറയുന്നത് ഇതിൽ കൂടുതൽ if they want to transmit more information, or if they want to increase the data rate or the capacity, what they have to do, either they can increase the bandwidth, or they can reduce the noise. Okay, signal to noise ratio improve ചെയ്ത് കഴിഞ്ഞാൽ they can increase the capacity. അപ്പോൾ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ either we can, എന്താണ്, രണ്ട് ഫാക്ടർ ഉണ്ട്. either we can increase the bandwidth of the signal or can improve the signal to noise ratio, അല്ലെങ്കിൽ നോയ്സ് കുറച്ച് കൊടുക്കുക. ക്ലിയർ? നെക്സ്റ്റ് പ്രോബ്ലം. A signal to SNR ratio is often given in decibel. Okay, assume that the SNR is 36 and the channel capacity is 2. The theoretical channel capacity can be calculated as. അപ്പോൾ ഇതിൽ നമുക്ക് തന്നിരിക്കുന്നത് SNR dB ആണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ശരിക്കുള്ള കപ്പാസിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കപ്പാസിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? അപ്പോൾ ഇത് നോക്കുക. ദ സിഗ്നൽ ടു ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. ദ സിഗ്നൽ ടു നോയ്സ് റേഷ്യോ ഈസ് ഓഫൺ ഗിവൺ ഇൻ ഡെസിബൽ. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് SNR, ഇറ്റ് ഈസ് SNR dB. SNR dBയെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചു. SNR dB ഈക്വൽ ടു 10 log SNR to the base 10 എന്നാണെന്ന് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പഠിച്ചത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഇറ്റ് ഈസ് SNR dB, നോട്ട് SNR. ഓക്കെ, SNR dB ആണ് തന്നിരിക്കുന്നത്. അതിന്ന് വി ആർ ഗോയിങ് ടു കാൽക്കുലേറ്റ് SNR. ഹൗ? SNR dB equal to, we will take the formula SNR dB equal to 10 log SNR to the base 10. ഇത് നമ്മൾ will be calculating SNR. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇവിടെ നമുക്ക് 10 raised to, ഓക്കെ, 10 raised to SNR dB by 10 അല്ലേ? SNR dB 10 raised to SNR dB by 10, അതാണ് നമ്മുടെ വാല്യൂ. അതായത് SNR dB നമുക്കുണ്ട് 36. അപ്പോൾ SNR എന്ന് പറയുന്നത് 10 raised to 3.6, ദാറ്റ് ഈസ് SNR വാല്യൂ ഈസ് 3981. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ SNR വാല്യൂ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? കപ്പാസിറ്റിയുടെ ഫോർമുല ഇടുന്നു. ബാൻഡ് ഉണ്ട്. ഓക്കെ, ബാൻഡ് ഉണ്ട് 2 MHz എന്നുണ്ട്. ആ 2 MHz നമ്മൾ ഹേർട്സിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ B log 1 plus SNR to the base 2. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ബാൻഡ് നമ്മൾ മാറ്റുന്നു. ബാൻഡ് ഹേർട്സിലോട്ട് ആക്കാനാണ് 2 × 10 raised to 6. ഓക്കെ, മൾട്ടിപ്ലൈഡ് ബൈ log SNR plus 1. SNR എന്ന് പറഞ്ഞാൽ 3981 ആണ്. ഓക്കെ, അതിൻ്റെ അവിടെ ഒരു ഒന്നും കൂടെ ആഡ് ചെയ്യുക. സോ ഇറ്റ് ബിക്കംസ് 3982. സോ ദ ആൻസർ ഈസ് 24 Mbps. ഓക്കെ, 24 Mbps ആണ് നമ്മുടെ ഇതിൻ്റെ ആൻസർ. അത് BPS റെപ്രസെൻറ്റ് ചെയ്താലും മതി. ഓക്കെ, ചിലപ്പം ഏതെങ്കിലും ഒരു യൂണിറ്റ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറയും. അത് ആ രീതിയിൽ നമ്മൾ കൺവേർട്ട് ചെയ്ത് റെപ്രസെൻറ്റ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ?
അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് it is SNR dB. Signal to noise ratio is often given in decibel. That means that here the question is given, it is SNR dB, not SNR. From the SNR dB we have to find out the SNR. For that we are having a formula that we have already studied in the last session. SNR dB equal to 10 log SNR to the base 10. അത് നമ്മൾ SNR കണ്ടുപിടിക്കുന്നു. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, SNR നമ്മൾ will be calculating the capacity. Okay, so these are the two methods to find the bit rate of a channel. Okay, first one is for noiseless channel, which is the Nyquist bit rate or Nyquist capacity bit rate. Nyquist bit rate എന്ന് പറഞ്ഞാൽ മതി. Okay, the second method is for noisy channel, that is the capacity. Okay, Shanon capacity. Clear? So two methods are there to find the bit rate of a channel. First one is Nyquist bit rate for noiseless channel, and Shanon capacity for noisy channel. Okay, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊന്ന് പ്രോബ്ലംസും അതിൻ്റെ ഡെഫിനിഷൻസും ചോദിക്കും. ഓക്കെ, പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഓക്കെ, താങ്ക് യു.